Care of Patients, COP2H in NABH 6th edition ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് ചിരപരിചിതമായ ചില വിഷയങ്ങൾ ചിന്തിക്കേണ്ടതിൻ്റെ ആവശ്യകത വളരെ അധികമുള്ള ഒരു ഒബ്ജക്റ്റീവ് എലമെൻ്റാണ്, അച്ചീവ്മെൻ്റാണ്. വേണമെങ്കിൽ ചെയ്യാം, പക്ഷെ വേണമല്ലോ, അതാണല്ലോ അച്ചീവ്മെൻ്റ് ആണല്ലോ നമ്മുടെ ഏറ്റവും പ്രധാനമായ കാര്യം. കാരണം നമ്മൾ അച്ചീവ്മെൻറ്റും എക്സലൻസും ഫോക്കസ് ചെയ്താലാണ് കോറും കമ്മിറ്റ്മെൻറ്റും സിമ്പിളായിട്ട് കടന്നു പോകാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് ഇതൊക്കെ പിന്നത്തേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ വളരെ സ്ട്രെയിൻ എടുത്ത് നമ്മുടെ ആശുപത്രിയിൽ ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടി വരും എന്നത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇവിടെ ഇതൊരു അച്ചീവ്മെൻറ്റ് എലമെൻ്റായിട്ട് പറയുന്നതിൻ്റെ കാരണം നമ്മുടെ ഹോസ്പിറ്റലുകളിലെ ക്വാളിറ്റിയുടെ അഷ്വറൻസ്, നമ്മൾ സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് ട്രീറ്റ്മെൻറ്റ് ഇൻ അവർ ഓർഗനൈസേഷൻ എന്നതിന് ഫോക്കസ് കൊടുക്കുമ്പോൾ അതിൽ ക്വാളിറ്റി അഷ്വറൻസിന് നമുക്ക് നിയതമായി രചിക്കപ്പെട്ട സംവിധാനങ്ങളാൽ നയിക്കപ്പെടണം എന്നുള്ളത് കൊണ്ടാണ്. അത് ഇല്ലാതെ വന്നാലത്തെ പ്രശ്നം നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ അകത്ത് നടക്കുന്ന എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ വളരെ എമർജൻസി ആയിട്ടുള്ള തെറ്റുകൾ വരുത്താനുള്ള സാധ്യത കൂടുതലാണ്. കാരണം വരുന്ന ആൾക്കാർ ട്രോമ പേഷ്യൻസ് ആണ്, മെൻ്റലി ഫിസിക്കലി അവർ വളരെ ക്രിട്ടിക്കൽ കണ്ടീഷനിൽ കൂടെ കടന്നു പോകുന്നതാണ്. അവർ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ പ്രോംപ്റ്റിംഗ് ഉണ്ടാവും. അതനുസരിച്ച് നമ്മുടെ ഡിസിഷൻസ് ഡൈല്യൂട്ടഡ് ആകാം, മിസ്ലീഡ് ചെയ്യപ്പെടാം. അതിന് കൃത്യമായ പ്രോട്ടോകോൾസ് ഉണ്ടാവണം, അത് മോണിറ്റർ ചെയ്യണം, നമ്മളെടുത്ത ഡിസിഷൻസിനെ വെരിഫൈ ചെയ്യണം, അത് ഇവാലുവേറ്റ് ചെയ്യണം. എടുക്കുന്ന ആ ഇൻഫർമേഷൻസ് ഔട്ട്കംസിനെ കുറിച്ച്, അതായത് ഞാൻ ഒരു പേഷ്യൻറ്റിനെ അസസ് ചെയ്തപ്പോൾ അവർ കാറ്റഗറി റെഡാണ് എന്ന് ഡിസൈഡ് ചെയ്തു, പക്ഷേ അതായിരുന്നില്ല. അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഒരു സ്റ്റാഫിൻ്റെ തന്നെ വരുന്നുണ്ടെങ്കിൽ അവർക്ക് ആ പ്രോട്ടോകോൾസിനെ കുറിച്ച്, ഡിസിഷൻ മേക്കിങ്ങിനെ കുറിച്ച് റീട്രെയിനിങ് വേണം, അവർക്ക് ട്രെയിനിങ് റിപ്പീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ്സ് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. നമ്മുടെ ക്വാളിറ്റി ഇംപ്രൂവ്മെൻ്റ് എന്ന് പറഞ്ഞത് നമ്മൾ ഓരോരുത്തരും എടുക്കുന്ന തീരുമാനങ്ങളിലുള്ള വ്യക്തതയുടെ ഇംപ്രൂവ്മെൻറ്റും കൂടെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്, നമ്മൾ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് വളരെയധികം എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് NIBH നമ്മൾ കാണുന്നുണ്ട്. ഈ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ കൃത്യമായിട്ടും ഔട്ട്കം റിലേറ്റഡ് ആയിട്ട് മോണിറ്റർ ചെയ്യണം. പേഷ്യൻസിൻ്റെ ഔട്ട്കം മോണിറ്റർ ചെയ്യുക മാത്രമല്ല, ആ ഡേറ്റ സോർട്ട് ചെയ്ത് അത് അനലൈസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ഇംപ്രൂവ്മെൻ്റ് ആണ് കൊണ്ടുവരേണ്ടത് എന്ന് നമ്മൾ നോക്കി നിരന്തരമായി അതിനുള്ള പരിശ്രമങ്ങൾ നടത്തുകയും ചെയ്യണം. ഇത് സാധാരണഗതിയിൽ ഒരു പേഷ്യൻറ്റിനെ ഡയറക്റ്റ് നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്നതിലല്ല കണക്ട് ചെയ്യുന്നത്, ആ ട്രീറ്റ്മെൻറ്റിൻ്റെ മഹത്വം നല്ലതാക്കുന്നതിന് വേണ്ടിയിട്ടായതുകൊണ്ടാണ് അച്ചീവ്മെൻ്റ് ആയിട്ട് COP2H കാണുന്നത്. പക്ഷേ ഇതില്ല എങ്കിൽ നമ്മൾ സമൂഹത്തോട് എന്ത് കമ്മിറ്റ്മെൻ്റാണ് ചെയ്യുന്നത്? അതുകൊണ്ട് ഈ അച്ചീവ്മെൻറ്റിനെ നമുക്ക് സമൂഹത്തോടുള്ള നമ്മുടെ കമ്മിറ്റ്മെൻ്റായിട്ട് തന്നെ എടുക്കാം. ഓർക്കണേ, നാളെ നമ്മൾ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ എത്തിയാലും നമുക്കവിടെ നല്ല ഔട്ട്കമുള്ള ട്രീറ്റ്മെൻറ്റ്, ഡിസിഷൻ മേക്കിംഗ് നടക്കുന്ന പ്രോട്ടോകോൾസ് ഉണ്ടാകേണ്ട ആവശ്യകത വ്യക്തിപരമായി നമ്മൾ പേഷ്യൻ്റ് ആകുമ്പോൾ നമുക്കുണ്ട്. എങ്കിൽ നമ്മൾ തന്നെയല്ലേ ഇന്ന് ഓരോ പേഷ്യൻ്റായിട്ടും അവിടെ കിടക്കുന്നത് എന്ന ചിന്ത, ഈ അച്ചീവ്മെൻറ്റ് കൃത്യമായും പാലിക്കാൻ നമ്മുടെ ഹോസ്പിറ്റലിനെ പ്രേരിപ്പിക്കാൻ നമ്മളെ സഹായിക്കും. COP2H, the organization shall implement a quality assurance program. അവിടെ ഒരു സ്റ്റാർ ഉണ്ട്, അതിനൊരു ഡോക്യുമെൻറ്റഡ് പ്രോട്ടോകോൾ ഉണ്ടാകണം എന്നാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്.